ലിജു നാരങ്ങാപ്പുറത്ത് എഴുതിയ രക്തസാക്ഷി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രാഷ്ട്രീയം തന്നെയാണ് പ്രധാന വിഷയം. രാഷ്ട്രീയ കൊലപാതകത്തെ ആസ്പദമാക്കി രചിച്ച ആദ്യത്തെ നോവൽ എന്നത് തന്നെയാണ് ഇതിൻ്റെ ടാഗ്ലൈൻ. അതുകൊണ്ട് ഈ ജനറേഷനിലെ എത്ര പേർക്ക് ഇത് കണക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 80-90 കാലഘട്ടത്തിലൊക്കെ ജനിച്ചു വളർന്നവർക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്ന ഒരു നോവലായിട്ടാണ് എനിക്കിത് തോന്നിയത്. 90കളിലെ കലുഷിതമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും ഭീതി വിതച്ച കാലത്ത് രണ്ട് കൗമാരങ്ങൾ പങ്കുവച്ച പ്രണയത്തിന്റെ കഥ കൂടിയാണ് ഈ നോവൽ. എന്നാൽ അക്രമ രാഷ്ട്രീയത്തിന് മുന്നിൽ ഈ പ്രണയത്തിന് പോലും ഇരയാകേണ്ടി വന്നു. അന്നത്തെ വിഷുപ്പുല്ലരി ഉറക്കമുണർന്നപ്പോഴേക്കും ആ നാട്ടിലെ 2 പേരാണ് രാഷ്ട്രീയ പകപോക്കലിന് ഇരയായത്. അക്രമ രാഷ്ട്രീയത്തിന്റെ പകപോക്കലിൽ ഇരയാകുന്നവർക്ക് രക്തസാക്ഷികൾ എന്നൊരു പട്ടം ചാർത്തി കിട്ടിയേക്കാം. പക്ഷേ അനാഥരാകുന്നത് ഇതിലെ ശാന്തയെ പോലുള്ള അമ്മമാരും ലതികയെ പോലുള്ള ഭാര്യമാരും കുഞ്ഞിയെ പോലുള്ള മക്കളും വിമലിനെ പോലുള്ള സഹോദരന്മാരും അസീസിനെ പോലുള്ള സുഹൃത്തുക്കളുമാണ്. കൗമാരപ്രായം മുതൽ യുവാക്കളുടെ ഉള്ളിൽ വളർന്നു വരുന്ന സാമൂഹിക പ്രതിബദ്ധത രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളുടെ നിറം നോക്കി ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. കാരണം അങ്ങനെ ചെയ്താൽ അടുത്ത ബന്ധങ്ങളും സൗഹൃദങ്ങളും ചിലപ്പോൾ അതിനു മുന്നിൽ അപ്രസക്തമായി പോകും. ഒരു ഗ്രാമത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നോവൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിൽ വന്നു പോകുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഇൻട്രൊഡക്ഷനും ക്യാരക്ടർ ഡെവലപ്മെന്റും ഒന്നും ഈ സബ് ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടില്ല. ഒരിക്കലും എഴുത്തുകാരനെ അതിൽ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം സബ് ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ കഥയുടെ ലെങ്ത് കൂടുകയും അതുപോലെ തന്നെ വായനക്കാർക്ക് ലാഗ് ഫീൽ ചെയ്യുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിരിക്കണം അദ്ദേഹം ഈ സബ് ക്യാരക്ടേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രശ്നം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ നോവൽ കംപ്ലീറ്റ്ലി എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. ഇതിലെ ഒരു ക്യാരക്ടറെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരിചയമുള്ള ആരെങ്കിലുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് എഴുത്തുകാരൻ്റെയും ഈ നോവലിൻ്റെയും വിജയം. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക. ലിജു നാരങ്ങാപ്പുറത്ത് എഴുതി മാൻകൈൻഡ് പബ്ലിഷ് ചെയ്ത രക്തസാക്ഷി.